friends, welcome to Maluti's vlog again. കുറേ നേരമായി ഞാൻ വീഡിയോ എടുക്കാൻ വിളിക്കുന്ന ഫോൺ ആക്കിയപ്പോ എവിടുന്ന് ഓടി വരുന്നുണ്ട്. കളിന്റെ തിരക്കിലാണ്. ഞാൻ കുളിക്കായിരുന്നു, അവള് കളിക്കായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് എന്താ ഒരു വ്ളോഗായിട്ട് വന്നത്. അതിന് മുന്നേ നിങ്ങൾ എല്ലാവരും പരാതിയായിട്ടിരിക്കുകയായിരിക്കും കുറെ ദിവസമായിട്ട് വ്ളോഗൊന്നും കാണാനായിട്ട്. നമുക്ക് അറിയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഷൂട്ടൊക്കെ ആയിട്ട് തിരക്കായി പോയി. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനിയും മാക്സിമം ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു സ്പെഷ്യൽ വ്ളോഗ് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്നുള്ള ഒരു വ്ളോഗാണ്, പക്ഷെ അത് ഞങ്ങൾ ഉടനെ ഇടുന്നതാണ് നിങ്ങളെ പരാതികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്നിപ്പോ നമ്മള് വ്ളോഗായിട്ട് വന്നത് എന്താന്ന് വെച്ചാല് നമ്മളെ വീട്ടിലേക്ക് നാല് ഗസ്റ്റ് എന്ന് പറയുമ്പോ അതിൽ 2 പേര് എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ ബാക്കി 2 പേരും എന്റെ ഫ്രണ്ട്സ് അല്ല. എല്ലാരും ഫ്രണ്ട്സ്. പക്ഷെ അവക്ക് പറ്റിയ 2 പേര് വരുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇന്ന് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ കുറച്ച് സ്പെഷ്യൽ ആയിട്ടൊരു ഭയങ്കര സ്പെഷ്യൽ അല്ലേ എന്നാലും ചെറിയ രീതിയിൽ ഒരു മന്തിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അവളിവിടെ ഫുൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ വെൽക്കം ചെയ്യാൻ റെഡി ആകട്ടെ. അപ്പൊ അവര് വരുമ്പോ മന്തി ഞാൻ കൊറേ ആയി ഉണ്ടാക്കിയിട്ട്, കാരണം എല്ലാരും ഇപ്പൊ ഉണ്ടാക്കാൻ പഠിച്ചു, പിന്നെ ഹോട്ടലിൽ കഴിക്കാണ്. അപ്പൊ മന്തി കൊറേ ആയി ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ മന്തി ഉണ്ടാക്കാം. എനിക്ക് ആരെങ്കിലും വരുമ്പോ എനിക്ക് തന്നെ കുക്ക് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാതെ ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ എന്തായാലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. അവര് വരുമ്പോ അവരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ നമ്മള് കൊറേ ആയി അവരെ മീറ്റ് ചെയ്തിട്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ടു, കൊറേ കാലത്തിന് ശേഷം ഇന്നലെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അതെ, എന്റെ അമ്മ സുപ്രയിലുള്ളവരാണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ബാംഗ്ലൂരുള്ളവരാണ്. ഇനിയും മനസ്സിലാവാത്തവർ കാണുമ്പോൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ എന്തായാലും അവർക്കുള്ള ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യട്ടെ. മാളു, നീ എന്താ കാട്ടുന്നേ? മാളൂസ് ഫുൾ സെറ്റ് ചെയ്ത് വെക്കുക, എല്ലാം വലിച്ചിട്ടിട്ട്. എനിക്കുള്ള പണിയാണ് ഇട്ടത് ഫുള്ള് എല്ലാം. ഒന്ന് പിന്നെ നല്ലോണം ഇരിക്കണത് പിന്നെയും വലിച്ചിടും, എന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ഇന്ന് മാളൂസിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്. ബുക്ക് വാങ്ങാൻ ചെല്ലാനാ? സ്കൂള് തുറക്കാനായി മാളു. എനിക്ക് മെസ്സേജ് വായിക്കാൻ അറിയാം. ബുക്കെല്ലാം വാങ്ങാൻ ചെല്ലാനേ മാളൂ. ബുക്ക് വേണം. അതെ, അപ്പൊ എന്നാ കളിസ്ഥാനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോ. മമ്മ ഫുഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. ശരി മോളെ. അതെനിക്ക് സ്ഥിരമായിട്ട് ഇന്നലെ മുറിഞ്ഞതാണ് ഇവിടെ. എന്റെ കയ്യിൽ ഒരു മുറി ഉണ്ടാവും, ഇത് മായുമ്പോഴേക്കും ഞാൻ അടുത്ത് വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ മന്തിയാണ് കേട്ടോ ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറേ ആയി മന്തി ഉണ്ടാക്കിയിട്ട്. അപ്പൊ ഞാൻ ഉമ്മച്ചീനെ വിളിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ സാധാരണ റേഷനരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബ്ലാക്ക് ലെമൺ, ഉപ്പ്, മന്തി മസാല, പിന്നെ റൈസ് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. സൺഫ്ലവർ ഓയിലും കൂടെ യൂസ് ചെയ്യണം കേട്ടോ ചോറ് വേവിക്കും. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞതും, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല, മന്തി മസാല, പിന്നെ ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ മാഗി ക്യൂബ് ഇതിൽ യൂസ് ചെയ്യണം. അതുകൊണ്ട് ഉപ്പ് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസിലേക്ക് ഞാൻ കിഴങ്ങ്, വെളുത്തുള്ളി, പാല്, തൈര്, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂബിക്കാക്ക് ഇവിടെ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മാങ്ങ കുടിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയിട്ടൊരു മാങ്ങ കഷ്ണം തിന്നു. എനിക്ക് ജ്യൂസിനെക്കാട്ടി വെറുതെ തിന്നാനാണ് ഇഷ്ടം. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച്. സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇതിന് മേലെ തന്നെ ചോറിട്ടിട്ട് ദം ചെയ്താൽ മതി. പക്ഷേ എനിക്ക് പാത്രങ്ങൾ കുറവായതുകൊണ്ട്, ഇവിടെ ചെറിയ ചെറിയ പാത്രങ്ങളായതുകൊണ്ടും ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്യാമറ എടുത്ത് കുറെ നേരമായി നിൽക്കുന്നത്. വെൽക്കം. വാ കേറ്, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. ഐ കനിക്കുട്ടി, ഹലോ.
അപ്പോൾ ഇവരായിരുന്നു ഞങ്ങളുടെ സ്പെഷ്യൽ ഗസ്റ്റ്. നമ്മളെ എൻ്റെ അമ്മ സൂപ്പറയിൽ ഉണ്ടായിരുന്ന ചഞ്ജുഷയും ശരത്തേട്ടനും അവരുടെ മക്കൾ കനിയും കണ്ണനുമാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് കേട്ടോ ഇവർ. അപ്പം എൻ്റെ അമ്മ സൂപ്പറയിൽ സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഇവർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇവർ നമ്മളെ കൂടെ ഉണ്ട്. നമ്മൾ എൻ്റെ അമ്മ സൂപ്പറയിൽ എല്ലാവരും ഇപ്പോഴും കണക്ട് ചെയ്യാറും മീറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ ഷോ ഒക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ചഞ്ജുഷയും ഫാമിലിയാണ് വന്നിട്ടുള്ളത്. ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവരെ നമ്മൾ മറ്റുള്ളവരെ പോലെ എപ്പോഴും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇരുന്ന് കളിച്ചോ. ഇതാ മാളൂട്ടിന്റെ സെറ്റ്. മാളൂട്ടി എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നേ? ഇതാ കനിയും മാളൂട്ടിയും കൂടിയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുവന്നു. ആ ടേസ്റ്റ് ആ സൂപ്പറാ. മതി മതി മതി. എന്നെ കൊണ്ട് ഇവര് ടേസ്റ്റ് ചെയ്യിപ്പിച്ച്. ആ മതി. ആ ഓക്കെ ചിക്കൻ കാല് സൂപ്പർ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാമെന്ന് കരുതി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാളൂട്ടിയും കനിയും പിന്നെയും കളിക്കാൻ പോയി. അവൾക്ക് പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കളിക്കാൻ ആളായല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അവൾ കളി സാധനങ്ങളൊക്കെ നിരത്തി കളിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ. ഞാനും ഉബിക്കാക്കി ലേറ്റ് ആയിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി. കുത്തിയതല്ലേന്ന് അതാണ് ചോദിക്കണേ. അപ്പൊ ഞങ്ങളിതാ ഫുഡെല്ലാം കഴിച്ച് കുറച്ചേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങളിപ്പോ ലുലുവിൽ പോവാണ്. ക്യാമറയിൽ ആരുടെ കാറിലാണ് കയറണ്ടേ? നമ്മുടെ കാറോ? നമ്മുടെ കാറിൽ പെട്ടെന്ന് കാറൊക്കെ വന്നു. ആ കനീന്റെ കാറിൽ പോവാന്ന എല്ലാവരും വരും. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടു പിരിയാൻ കുറച്ച് കഷ്ടമാണ്. എല്ലാരും ഇങ്ങനെ വൈറ്റ് ഇട്ടിരിക്കുന്ന ഇടയിലൊരു പച്ച. അപ്പൊ ഞങ്ങള് ചുമ്മാ എറണാകുളത്ത് വന്നാ പിന്നെ ഒരു നിർബന്ധമാണല്ലോ ലുലു മാളിലൊന്ന് പോവാന്നുള്ളതല്ലേ. എന്നാ നമുക്ക് പോവാം. ഞങ്ങൾ പക്ഷെ ഓടിക്കാറിൽ വരും. മൂബിക്കാക്കിന്റെ ഫേവറേറ്റ് ആണ് ഓടി. പക്ഷെ ബൈക്ക് എടുക്കേണ്ടത് കൊണ്ട് മൂബിക്കാക്ക് ബൈക്ക് എടുത്ത് പുറകെ വന്നേ പറ്റും. തിരിച്ചു വരുമ്പോ ഞങ്ങൾക്ക് വണ്ടി വേണം. അതെ അല്ല അതങ്ങനെ എത്തുള്ളൂ. ബൈക്ക് എത്തുള്ളൂ, ടൂ വീലർ എത്തുള്ളൂ. അങ്ങനെ മൂവിക്കായും കണ്ണനും ബുള്ളറ്റിലും ഞങ്ങൾ കാറിലുമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പുറത്തിറങ്ങാൻ സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ ഇവിടെ. പക്ഷേ നമ്മൾ വണ്ടിയിൽ പോയിട്ട് ലുലുമാളിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ അങ്ങനെ ഒന്നും കുഴപ്പമില്ല. അല്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല, അത്രയ്ക്ക് ചൂടാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ലുലുവിൽ എത്തിയിട്ട് ഫസ്റ്റ് ഐസ്ക്രീം കഴിക്കാനാണ് കേട്ടോ പോയത്. നോക്കട്ടെ മാളു കഴിക്ക്. കഴിക്കാനറിയില്ല ഗായ്സ്, കഴിക്കാനറിയില്ല. എങ്ങനെയുണ്ട്? ചേട്ടന് കോഫിയാ? ചിക്കു ചിക്കു എങ്ങനുണ്ട്? കണ്ണന്റെ ടേസ്റ്റ് നോക്കിട്ടേ അത് മതിയെന്ന്. ഇതാ ചോക്ലേറ്റ് വാങ്ങിയ ആളാ. ചോക്ലേറ്റ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇവർക്ക് പാർക്കിൽ കയറണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാർക്കിൽ കൊണ്ടുപോയി ലുലുവിൽ തന്നെ.
അത് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണാ മാലു മാളുസാ ഗീറ് മാറ്റി സൂപ്പറായിട്ട് ഓടിക്കേ. അമ്പോ ട്രെയിൻ ഓടിക്കണേ. ആള് ഒരു ആയി ഓടി ആയി പറ. ഹലോ ഇവിടെ ഉണ്ട് ഇട്ടു നോക്കണ്ടേ? ആ കനീനപ്പൊ കളിക്കാനുള്ള അതാ. ഞാൻ വിചാരിച്ചു അച്ഛൻ എന്തോ വാങ്ങിക്കാൻ വരാന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കും മാളൂസിനും വേണ്ടത് എടുക്കാൻ. ആയിക്കോട്ടെ ഞാൻ പോകാം. എനിക്ക് കണ്ണട കിട്ടില്ല, അതുകൊണ്ടായിരിക്കും. അതാ ചഞ്ചു ഇത് വാങ്ങിക്കൊടുത്തില്ലേ. പക്ഷെ അതിന് ഞാൻ കുറച്ച് കഷ്ടപ്പെടും അതേ സാധനം കിട്ടാൻ. പേരെന്താ? ഹന ഫാത്തിമ. ഞങ്ങള് സബ്സ്ക്രൈബർ ആണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമ്മളെ ഒന്നിച്ചാണ് അല്ലേ? ഓക്കെ, ബൈ. ഷാനു ആണല്ലേ? മെസ്സിനെ അറിയിച്ചു. ഇത് നമ്മള് അങ്ങനെ മാളൂട്ടിയും കനിയും കൂടെ കുറച്ച് ഗേളിഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവിടെ നോക്കുന്നുണ്ടായിരുന്നേ. നോക്കട്ടെ, ഏതെടുത്തേ നോക്കട്ടെ. കനിക്ക് ഏതാ? രണ്ട് സെയിമാ? ഓക്കെ. എന്നാ ഇനി ബില്ല് പേ ചെയ്യാൻ കൊടുക്ക്. ഇങ്ങനെ ചഞ്ചു എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് സർപ്രൈസ് ആയിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ചഞ്ചുവിന് വാങ്ങിക്കാൻ സെലക്ട് ചെയ്യാൻ കൊണ്ടുപോകാറുണ്ട്. അവിടെ ചെന്നപ്പോൾ എന്നോട് എടുത്തോളാം. അത് ഭയങ്കര സർപ്രൈസ് ആയി. പക്ഷെ ഇവർക്കൊന്നും എടുത്തില്ല, അതിൽ എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ തൽക്കാലം ഒരു കോമ്പെല്ലാം വാങ്ങി അഡ്ജസ്റ്റ് ചെയ്തില്ലേ കാര്യം. അപ്പൊ നീ എടുക്കണ അവളെ. നീ കുഞ്ഞാണ് എന്നിട്ട് നീ അവളെ എടുക്കുന്നു. അവക്ക് സന്തോഷായി എടുക്കണത്. ഞങ്ങളോട് എടുക്കാൻ പറയും. എത്ര പേരെ എടുക്കാനിപ്പോ മാറി അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. വീണ്ടും കാണാൻ വേണ്ടി അല്ലേ? അതെ, വീണ്ടും കാണാൻ വേണ്ടി ഇപ്പൊ പിരിയുന്നു. അപ്പൊ ഓക്കെ പറ. അപ്പൊ എല്ലാരോടും കേട്ടോ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാന് അതെ, കുറച്ച് സമയം അവരുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആർക്കും യാത്ര പറഞ്ഞിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവസാനം എല്ലാവരും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ പോയി. അപ്പം എല്ലാവരും വീഡിയോസ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ബൈ ബൈ.